നമസ്കാരം. കുംഭമേള നടക്കുന്ന വെള്ളത്തിൽ ബാക്ടീരിയയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മനുഷ്യ വിസർജ്യമുണ്ട് എന്ന് പറഞ്ഞ് ചില ജിഹാദി ഇടതുപക്ഷ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ തന്നെ വലിയ വാർത്ത കൊടുക്കുന്നുണ്ട്. അതിന്റെ ടെസ്റ്റ് റിപ്പോർട്ടും ഒക്കെ തന്നെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു അതിനെ വിമർശിച്ചുകൊണ്ട് അത് സത്യം എന്താണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു കുറിപ്പാണ് ഇത്. കുംഭമേള സ്നാനം നടക്കുന്ന ഗംഗ, യമുന നദികളിൽ ക്രമാതീതമായി ഫീക്കൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട് എന്നും അവിടെ കുളിക്കാൻ യോഗ്യമല്ല എന്നുമാണ് മാധ്യമങ്ങൾ തുടരെ റിപ്പോർട്ട് നൽകുന്നത്. മനുഷ്യ വിസർജ്യം കലർന്ന വെള്ളത്തിലാണ് ഇവിടെ ഭക്തർ കുളിക്കുന്നത് എന്ന് പരിഹസിച്ചുകൊണ്ട് ഇടത് ജിഹാദി കൂട്ടുകെട്ട് വലിയ രീതിയിലുള്ള പ്രചരണമാണ് നടത്തുന്നത്. എന്താണ് ഇതിന്റെ വാസ്തവം എന്ന് അന്വേഷിക്കുകയാണ് ഈ കുറിപ്പ്. പ്രയാഗ്രാജ് ഈ ഒരു മഹായജ്ഞത്തിന് ഒരുങ്ങിയിരിക്കുന്നത് തന്നെ 45 കോടി മനുഷ്യർക്ക് 45 ദിവസങ്ങൾക്കുള്ളിൽ സ്നാനം നടത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. ഡിപ് സേഫ് പ്രയാഗ്രാജ് എന്നാണ് അവരുടെ ശീർഷകം തന്നെ. ഡിപ് സേഫ്, ഏറ്റവും സേഫായി മുങ്ങി കുളിക്കുക. ഡിപ് സേഫ് പ്രയാഗ്രാജ്. അതിനുവേണ്ടി അവർ ഇന്ന് ലോകത്തെ ലഭ്യമായ എല്ലാ ശാസ്ത്രീയ തയ്യാറെടുപ്പുകളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു ദിവസം ശരാശരി 1 കോടി മനുഷ്യർ 2 നദികളുടെ സംഗമം പേറുന്ന 15 കിലോമീറ്റർ വരുന്ന ഭാഗത്ത് സ്നാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നദിയിലെ സാനിറ്റേഷൻ കൃത്യമായി നടത്തുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ, ISRO എന്നിവരുടെ മേൽനോട്ടത്തിലും അവരുടെ സാങ്കേതിക വിദ്യയിലുമാണ് പ്രയാഗ്രാജിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതായത് ഇവർ പറയുന്ന ഈ റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ഇവർ പ്രചരിപ്പിക്കുന്ന വാർത്തകളും ഒക്കെ കള്ളമാണ് എന്ന് സാരം. 1600 കോടി രൂപയാണ് ശുചീകരണ സംവിധാനം ഒരുക്കാൻ വേണ്ടി മാത്രം ചെലവഴിച്ചിരിക്കുന്നത് ഇതുവരെ. ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 ലക്ഷം ബയോ ടോയ്ലറ്റുകളാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ടോയ്ലറ്റുകളിൽ നിന്നുള്ള മാലിന്യം നേരിട്ട് ചെല്ലുന്നത് കൺസീൽഡ് സെപ്റ്റിക് ടാങ്കുകളിൽ. അവിടുന്ന് 200 കിലോമീറ്റർ നീളത്തിൽ പണികഴിപ്പിച്ചിരിക്കുന്ന താൽക്കാലിക ഡ്രെയിനേജ് സംവിധാനത്തിലെത്തും. 1.5 ലക്ഷത്തോളം ടോയ്ലറ്റുകളിൽ നിന്നും വരുന്ന ഒരു തുള്ളിജലം പോലും പ്രയാഗ്രാജിലെ മണലിൽ സ്പർശിക്കാതെ നേരിട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റുകളിൽ എത്തുന്ന രീതിയിലാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ഫീക്കൽ ബാക്ടീരിയ ജലാശയത്തിൽ എത്തുന്നത് തടയാൻ വേണ്ടിയാണ്. 16 മില്യൺ ലിറ്റർ ടോയ്ലറ്റ് മാലിന്യവും 240 മില്യൺ ലിറ്റർ മലിനജലവും ഒരു ദിവസം സംസ്കരിക്കുന്നു. 200 കിലോമീറ്റർ നീളം വരുന്ന ഡ്രെയിനേജ് സിസ്റ്റത്തിൽ കൂടി മാത്രമാണ് അവിടുത്തെ മാലിന്യങ്ങൾ മുഴുവൻ ഒഴുക്കിവിടുന്നത്. അത് മുഴുവൻ അതാത് ഇടങ്ങളിലെ ഓക്സിഡേഷൻ പോണ്ടുകളിൽ ശേഖരിക്കുന്നു. ഇങ്ങനെ നേരിട്ട് പോയിട്ട് ഗ്രൗണ്ട് വാട്ടർ വഴി പോലും നദിയിലേക്ക് ഒരു തരത്തിലുമുള്ള മാലിന്യജലം എത്താതിരിക്കാനുള്ള സംവിധാനമാണ് ഇവിടെയുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ പറയുന്നു. CPCB ഇങ്ങനെ ദിവസവും മോണിറ്റർ ചെയ്യുന്ന ബാക്ടീരിയ ലെവൽ കഴിഞ്ഞ ദിവസം കൂടി എന്നതാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. 100 ml ജലത്തിൽ അനുവദനീയമായ ബാക്ടീരിയയുടെ അളവ് 2500 യൂണിറ്റ് ആണ്. അതിൽ ചെറിയ ഒരു വ്യത്യാസം കണ്ടു. ഈ ബാക്ടീരിയയുടെ അളവ് എന്നും പരിശോധിക്കും. അങ്ങനെ ഈ കോളിഫോം ബാക്ടീരിയയുടെ അളവ് അനുവദനീയമായതിൽ അധികം 1 പോയിന്റോ മറ്റോ കൂടുതലായി കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഇത് പറയുന്നത്. ഗംഗാ ദേവദൂത് എന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നു. 45 ദിവസം കൊണ്ട് 45 കോടി പ്രതീക്ഷിച്ച ഇടത്ത് കേവലം 35 ദിവസം കൊണ്ട് 50 കോടി ജനം എത്തിയതായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേവലം ജനങ്ങൾ കുളിക്കുന്ന ഒരു ഇടത്തിൽ കോളിഫോം ബാക്ടീരിയയെ കണ്ടു എന്നത് വലിയ വാർത്തയായി അവതരിപ്പിക്കുന്ന മാധ്യമം, കൈരളി എന്നിവർ നിലവിൽ കേരളത്തിലെ ജലാശയങ്ങളുടെയും കുടിവെള്ളത്തിന്റെയും അവസ്ഥ എന്താണ് എന്നൊന്ന് വ്യക്തമാക്കാമോ? കേരളത്തിലെ 80% ജലാശയങ്ങളും മലിനമാണ് എന്ന് പറഞ്ഞ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെയാണ്. ഇങ്ങനെ നീണ്ടുപോകുന്ന ആ പോസ്റ്റ് വലിയ ഒരു പോസ്റ്റാണ്. 2-3 ലക്ഷം കോടിയുടെ ബിസിനസ് പ്രയാഗ്രാജിൽ നടക്കുന്നത് 2-3 ലക്ഷം കോടി. അതാണ് ആ കണക്ക്. ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ലോകം മുഴുവൻ ഈ പ്രകൃതിയോട് ഇണങ്ങിയ നിഷ്കളങ്ക സംസ്കാരത്തെ നെഞ്ചിലേറ്റുന്നതും നിങ്ങൾക്ക് പിടിക്കുന്നില്ല. ഇതിന്റെയൊക്കെ പ്രതിഫലനം മാത്രമാണ് ഈ ബാക്ടീരിയ കരച്ചിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, കൃത്യമായ ഇടപെടൽ നടക്കുന്നുണ്ട്. നേരിയ തോതിലുള്ള വ്യതിയാനങ്ങൾ ഏതെങ്കിലും തരത്തിൽ പരിശോധനയിലോ മറ്റോ കണ്ടേക്കാം. അതൊക്കെ സ്വാഭാവികമായി പറ്റുന്ന ചില കാര്യങ്ങളാണ്. അത് പരിഹരിക്കാനും അതൊക്കെ തന്നെ കൃത്യമായി മോണിറ്റർ ചെയ്ത് പരിഹരിക്കാനുമുള്ള സംവിധാനം അവിടെയുണ്ട്. കേരളത്തിലെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ, UP യിലെ കാര്യങ്ങൾ യോഗി ആദിത്യനാഥും കൂട്ടരും നോക്കിക്കൊള്ളും. ഇവിടുത്തെ ജലാശയങ്ങളിൽ, പൊതു ഇടങ്ങൾ അല്ലെങ്കിൽ ഓടകൾ, അതുപോലെ കുളങ്ങൾ, തോടുകൾ, പുഴകൾ ഒക്കെ മലിന ജലവും ഈ കോളി ബാക്ടീരിയയെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാര്യം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെ പറയുമ്പോൾ അത് ഒന്ന് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ഇടതുപക്ഷ ചിന്തകരും അതുപോലെ തന്നെ ചില ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാരുമൊക്കെ വിചാരിക്കേണ്ടത്. അല്ലാതെ അവിടെ UP യിൽ ആർക്ക് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നോക്കിയിരിക്കുന്ന, UP യിലേക്ക് മാത്രം ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്ന മാധ്യമങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.